ഈ ചിത്രം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് ശരിയല്ല. കാരണം ഒരിക്കലെങ്കിലും ഈ പെയിൻറ്റിങ് എവിടെയെങ്കിലും വെച്ച് കാണാത്ത ആരും നമുക്കിടയിൽ ഉണ്ടാകില്ലെന്ന് തന്നെ പറയാം. വർഷങ്ങൾക്ക് മുൻപ് കടകളിലും വീടുകളിലും വണ്ടികളിലും എന്തിന് സിനിമയിലെ വീടുകളുടെ ചുവരുകളും വരെ അലങ്കരിച്ചിരുന്ന ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ചിത്രങ്ങളിൽ ഒന്നാണ് ഈ കാണുന്ന ദ ക്രൈയിങ് ബോയ് എന്ന പെയിൻറ്റിങ്. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇറ്റലിയിൽ അനാഥരാക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിഷമങ്ങൾ വിളിച്ചോതുന്ന ക്രൈയിങ് ബോയ്സ്, ക്രൈയിങ് ഓർഫൻസ് അല്ലെങ്കിൽ സാഡ് ഓർഫൻസ് എന്ന സീരീസിൽപ്പെട്ട ഒരു പെയിൻറ്റിംഗ് ആണിത്. ഒരു ഇറ്റാലിയൻ ചിത്രകാരൻ അവിടം സന്ദർശിച്ചിരുന്ന ടൂറിസ്റ്റുകൾക്ക് വാങ്ങിക്കാനായി ഒരു സുവനീർ എന്ന കണക്കെയാണ് ഈ സീരീസ് ഉണ്ടാക്കിയത്. 65ഓളം ചിത്രങ്ങളുള്ള ഈ സീരീസിൽ ചെറിയ ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മെ നോക്കി കണ്ണീർ പൊഴിക്കുന്നത് പോലെ വളരെ വിഷമകരമായ അവരുടെ വേദന നമ്മളോട് പറയുന്നത് പോലെ ചിത്രീകരിച്ചിരിക്കുന്നു. സീരീസിലെ ഏറ്റവും പ്രശസ്തമായ പെയിൻറ്റിംഗ് ഏതാണെന്ന് പ്രത്യേകം ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ ഈ ചിത്രത്തിൻ്റെ പ്രശസ്തിക്ക് പിന്നിൽ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. 1985 ബ്രിട്ടനിലെ ദ സൺ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ഈ ചിത്രത്തെ ലോകം മുഴുവനും എത്തിച്ചത്. നഗരത്തിലെ ഒരു ഫയർമാൻ്റെ വാക്കുകൾ പ്രകാരം തീ പിടിച്ച് പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ട പല വീടുകളിൽ നിന്നും മറ്റെല്ലാം ചാരമായി മാറിയിട്ടും ഈ ചിത്രം മാത്രം തീ പിടിക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ഒന്നും രണ്ടുമല്ല, നിരവധി തവണ. ബ്രിട്ടനിൽ ഈ സീരീസിന് വളരെ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നതിനാൽ ആയിരക്കണക്കിന് പ്രിന്റുകളാണ് ദിനം പ്രതി വിറ്റുപോയിരുന്നത്. അങ്ങനെ സംഭവങ്ങൾ ഒരുപാടായപ്പോൾ ഫയർഫോഴ്സിലെ തന്നെ ആളുകൾക്കിടയിൽ ഇത് വലിയ സംസാര വിഷയമായി. ഒട്ടും താമസിയാതെ ഈ ചിത്രം ശാപം പിടിച്ചതാണെന്ന തീരുമാനത്തിലേക്കും അവരെത്തി. അങ്ങനെയാണ് ഒരു ഫയർമാൻ പത്രത്തിൻ്റെ ലേഖകനെ കാണുന്നത്. വാർത്ത വന്ന ദിവസങ്ങൾക്കുള്ളിൽ സംഭവം ചൂടുപിടിക്കാൻ തുടങ്ങി. കാരണം പലപ്പോഴായി വീട് കത്തിപ്പോയ പല ആളുകളും അവരുടെ വീട്ടിൽ ഈ ചിത്രമുണ്ടായിരുന്നുവെന്ന് പത്രത്തിലേക്ക് തുറന്നെഴുതി. അതോടൊപ്പം പിന്നീട് തീ പിടിച്ച ചില വീടുകളിൽ നിന്നും ഈ ചിത്രം വാർത്തയിൽ പറഞ്ഞതുപോലെ ഒന്നും പറ്റാതെ ലഭിക്കാനും തുടങ്ങി. അതോടെ പത്രം ഒരു വാർത്താക്കുറിപ്പ് തന്നെ ഇറക്കി. ശാപം കിട്ടിയ ചിത്രത്തിൻ്റെ കോപ്പികൾ പത്രത്തിന് അയച്ചു കൊടുത്താൽ അവർ പബ്ലിക്കായി വലിയൊരു ചിത്രമൊരുക്കി എല്ലാ കോപ്പികളും ചാരമാകുന്നതുവരെ ദഹിപ്പിക്കും. അപ്പോഴേക്കും ഒരു സൈഡിൽ നിന്ന് അധികൃതർ അവരുടെ രീതിയിലുള്ള അന്വേഷണങ്ങളും തുടങ്ങിയിരുന്നു. ആദ്യം തന്നെ ചിത്രം പ്രിന്റ് ചെയ്ത പ്രസ്സുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു കാര്യം അവർക്ക് മനസ്സിലായി. പ്രിന്റ് ചെയ്ത പേപ്പറിന്മേൽ ഒരു എക്സ്ട്രാ കോട്ടിംഗ് കൂടെ അവർ ചേർത്തിട്ടുണ്ട്, തിളക്കം കൂട്ടാനായി. അതാകട്ടെ തീ പിടിക്കാത്ത തരം ഒരു വാർണിഷ് കൊണ്ടാണ്. അതിനുശേഷം തീ പിടിച്ച വീടുകളും അവിടെ നിന്ന് ശേഖരിച്ച ചിത്രങ്ങളും പരിശോധിച്ചവർ മറ്റൊരു കാര്യം കൂടി കണ്ടെത്തി. ഭൂരിഭാഗം വീടുകളിലും ചിത്രം നൂലിൽ കെട്ടിയോ വാൾപേപ്പർ പതിച്ച മതിലൊട്ടിച്ചോ ആണ് വെച്ചിരുന്നത്. ആളിക്കത്തുന്ന തീയിൽ നിന്ന് ആദ്യം തന്നെ നൂലും വാൾപേപ്പറും കത്തിത്തീരുമ്പോൾ മതിലുമായുള്ള ബന്ധം വേർപെടുന്ന ചിത്രം നേരെ കമിഴ്ന്ന് താഴേക്ക് വീഴും. ഫ്ലോർ കത്താത്തിടത്തോളം ചിത്രത്തിന് ഒരു കേടും പറ്റില്ല. അങ്ങനെ സിമ്പിളായി വിശദീകരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നത്തെയാണ് ദ സൺ പത്രം ഒരു ശാപമായി ചിത്രീകരിച്ച് കുളമാക്കിയത്. എന്തായാലും ചിത്രവും ചിത്രകാരനും ചുളുവിൽ ഫേമസ് ആയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാൽ ഇത്രയൊക്കെ തെളിവുകൾ നിരത്തിയിട്ടും അത് വിശ്വസിക്കാത്ത ചുരുക്കം ചില ആളുകൾ കൂടി അന്നുണ്ടായിരുന്നു. അതും ഫയർഫോഴ്സിൽ തന്നെ. അടച്ചിട്ട ഒരു വീട് കത്തുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ ചൂടിൽ അതിനകത്തുള്ള വസ്തുക്കൾക്ക്, പ്രത്യേകിച്ച് പേപ്പറും മരവും കൊണ്ട് നിർമ്മിച്ചവയ്ക്ക് കേട് പറ്റാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നിരിക്കെ ഈ ചിത്രം മാത്രം എങ്ങനെ കത്താതെ രക്ഷപ്പെടുന്നു എന്നത് വിശദീകരിക്കാനാവാത്ത ഒരു ശക്തിയുടെ കഴിവാണെന്നാണ് അവർ ചില കേസുകൾ റെഫറൻസ് വെച്ച് ഇന്നും ഉറച്ച് വിശ്വസിക്കുന്നത്.